Hello everyone, welcome to Profits channel. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വെച്ചാൽ കുറച്ച് ക്യാമറ ടിപ്സാണ്. എല്ലാവർക്കും ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ ക്യാമറ ഉണ്ടായിരുന്നാലും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ അറിയില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ടിപ്സാണ് പറയുന്നത്. അപ്പോൾ ക്യാമറ കൺട്രോൾ എന്താണ്, ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഇതിനെക്കുറിച്ച് ഉണ്ടാവും, പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണത്. മൊത്തം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ചുകൂടെ ക്യാമറ കൺട്രോൾ എന്താണ്, ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാമറ കൺട്രോൾ പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ റൂൾ ഓഫ് ട്രക്സ് എന്ന് പറഞ്ഞിട്ട്, അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്രിഡ് ഉണ്ട്. അപ്പോൾ ഒരു സ്ക്വയർ പോലെ, അതായത് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഓൺ ആക്കുമ്പോഴേക്കും ആ സ്ക്വയർസ് കാണാൻ പറ്റും. ആ സ്ക്വയറിൽ ഓരോ സ്ക്വയറിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ സ്ക്വയറിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസ്, അതായത് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, മെയിൻ ഏതാണോ കണ്ടൻറ്റ്, അത് ഈ സ്ക്വയറിനുള്ളിലായിരിക്കണം. അപ്പോൾ ആ സ്ക്വയറിനുള്ളിലാകുമ്പോഴേക്കും ആ ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേക ഒരു എടുപ്പുണ്ടാവും. ആ എടുപ്പാണ് നമ്മൾ എപ്പോഴും ആ ഒരു ഫോട്ടോഗ്രാഫിയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പം സബ്ജക്റ്റ് എന്താണ്, സബ്ജക്റ്റ് ഗ്രിഡ് ലൈൻ, ഗൈഡ് ലൈൻ എന്നുള്ള രീതിയിൽ നമുക്കുണ്ട്. ആ ഗൈഡ് ലൈൻ ക്യാമറയിൽ ഓണാക്കി, മൊബൈലിലായിരുന്നാലും ഉണ്ട്, നമ്മുടെ പ്രൊഫഷണൽ ക്യാമറാസിലെല്ലാം ഉണ്ട്. അത് ഓണാക്കിയിട്ടുണ്ട്. അതിൽ ടോപ്പ് ലൈൻ, മിഡ് ലൈൻ, ബോട്ടം ലൈൻ, ഇതിൽ എവിടെയാണോ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ ഏരിയ ഫോക്കസ് ചെയ്തിട്ട് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടും. അതുപോലെ തന്നെ ഐ ഷുഡ് ബി ആൾവേസ് ഓൺ ഫോക്കസ്. ഇതെന്താ വെച്ചാൽ നമുക്ക് ഒബ്ജക്റ്റിൽ മെയിൻ കണ്ടൻ്റാണ് ഐസ്. ഇപ്പോൾ ഒരു പോർട്രേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ആ ഒരു വ്യക്തിയുടെ കണ്ണ് ഷാർപ്പായിരിക്കണം, അല്ല കണ്ണിന് ക്ലിയറിറ്റി ഉണ്ടാകും. അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫോട്ടോ നമുക്ക് കൃത്യമായിട്ടൊരു ഒരു വ്യൂവിങ് ആംഗിളോ മറ്റൊന്നും കിട്ടത്തില്ല. സോ ഐ ഷുഡ് ബി ഓൺ ഫോക്കസ്. അപ്പോൾ എടുക്കുമ്പോഴേക്കും നമ്മൾ ഫോക്കസ് പോയിൻ്റ് ഐയിലും നമ്മുടെ കണ്ണുകളിലും കൂടെ ക്ലാരിറ്റിയോടെ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് പോർട്രേറ്റ് മോഡ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ ലെൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ലെൻസും അതിൻ്റെതായിട്ടുള്ള പർപ്പസ് ഉണ്ട്. ഇപ്പോൾ 85 mm ലെൻസ്, ആ ലെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും നമുക്കൊരു നല്ല ഡെപ്തിലുള്ള ബ്ലറിങ്ങും മറ്റെല്ലാ ഓപ്ഷനും ഉണ്ടായിരിക്കും. അതിൽ ആ ബ്ലറിങ് കൂടുമ്പോഴാണല്ലോ ഒരു പോർട്രേറ്റ് ഫോട്ടോയുടെ ഒരു ഭംഗി കൂടുന്നത്. അപ്പോൾ 85 mm ലെൻസ് ഏറ്റവും ബെസ്റ്റ് ലെൻസാണ് പോർട്രേറ്റ് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ 50 mm കുറേ കൂടെ ആണ്, പക്ഷേ എന്നാലും 85 mm ആണ് നല്ല ഒരു പോർട്രേറ്റൊക്കെ എടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് 85 mm ആണ്. ദെൻ നമുക്ക് ഒരു വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ ഫോക്കസ് ചെയ്യുന്നത്, ലാൻഡ്സ്കേപ്പ് ഫോട്ടോസൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു സൂം ലെൻസ് ആയിരിക്കും ഏറ്റവും നല്ലത്. സൂം ലെൻസ് ആകുമ്പോഴേക്കും അത് ബ്ലറിങ് നമുക്കധികം വേണ്ട. അവിടെ ആ ഒരു അത്രയും ലാൻഡ്സ്കേപ്പായിട്ടുള്ള ആ ഒരു ഇമേജ് കൃത്യമായിട്ടും ഫ്രെയിമിനകത്ത് ഉണ്ടാകണം. ഫ്രെയിം നമ്മൾ കണ്ടിട്ട് അത് ക്ലാരിറ്റിയോടെ തന്നെ എടുക്കുക എന്നതാണ്. സോ ഐ ഷുഡ് ബി ഓൺ ഫോക്കസ്. നമ്മൾ ആ ഒരു കണ്ണും എപ്പോഴും ഈ ഞാൻ പറഞ്ഞ ആ ഗൈഡ് ലൈൻസിൻ്റെ ഉള്ളിലായിരിക്കണം കണ്ണിൻ്റെ പൊസിഷനിങ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ മോണലിസയുടെ കണ്ണ് ആണ് അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്ന പോലെ ആ കണ്ണിൻ്റെ പോയിൻറ്റിങ് ഈ ഗൈഡ് ലൈൻസിൽ നോക്കുമ്പോഴേക്കും സെൻട്രൽ പൊസിഷനാണ്. ആ ഗൈഡ് ലൈൻസിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇതിനെ പിൻ ചെയ്തിരിക്കാം, അതിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഗൈഡ് ലൈൻസ് നോക്കുമ്പോഴേക്കും കണ്ണിൻ്റെ പൊസിഷൻ ഈ 3 ലെയറിൽ സെൻറ്ററിൽ തന്നെ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ പൊസിഷൻ ആണെങ്കിൽ അത് സ്റ്റണ്ണിങ് ആയിരിക്കും. സോ അത് എപ്പോഴും ശ്രദ്ധിക്കുക. പേ അറ്റൻഷൻ ഓൺ ദ ബാക്ക്ഗ്രൗണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എന്തിനാണ് അറ്റൻഷൻ കൊടുക്കേണ്ടത്? അവിടുത്തെ കളേഴ്സ്. ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് പല പല കളറുണ്ട്. ഇപ്പോൾ ഒരു ഫുള്ളി ഗ്രീനറി ഏരിയയിൽ നമ്മളൊരു ഡൾ കളറ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാൽ അട്രാക്ഷൻ ഫുള്ളും ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകും. സോ നമ്മൾ പോർട്രേറ്റാണ് എടുക്കണമെങ്കിൽ ആ ഒരു പോർട്രേറ്റിലെ കളർ കോമ്പിനേഷൻസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കളർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എടുക്കുന്ന ഫോട്ടോയിൽ നമുക്കൊരു വിഷൻ ഉണ്ടല്ലോ, ആ വിഷൻ അതിൽ കൃത്യമായിട്ട് ഒബ്ജക്റ്റ് കൃത്യമാവണമെങ്കിൽ അതിൻ്റെ ഫുൾ കോമ്പിനേഷൻസ് ഓക്കെ ആയിരിക്കണം. സോ ആ കോമ്പിനേഷൻ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കരുത് ഒരുപാട് അട്രാക്ഷൻ. നമ്മൾ എടുക്കുന്ന ഫോട്ടോയിലെ വ്യക്തി
പോർട്രേറ്റിൽ എടുക്കുന്ന വ്യക്തിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വ്യക്തിയായിരിക്കണം അതിൽ ഇമ്പോർട്ടൻസ്. ബാക്ക്ഗ്രൗണ്ടിന് അത്ര ഇമ്പോർട്ടൻസ് വേണ്ട. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇമ്പോർട്ടൻസ് ആയാൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ ആൾക്കാരുടെ ഫോക്കസ് ആ ഫോട്ടോ നോക്കുമ്പോഴേക്കും ഫോക്കസ് നേരെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകും, ഒബ്ജക്റ്റിന് ഉണ്ടാവില്ല. സോ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദെൻ അണ്ടർസ്റ്റാൻഡ് ദ എക്സ്പോഷൻ ട്രയാങ്കിൾ. എക്സ്പോഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അപ്പേച്ചർ അറിയാമല്ലോ. നമ്മൾ ഏറ്റവും കൂടുതൽ അപ്പേച്ചർ ഇടുമ്പോഴേക്കും നമുക്ക് അത്രയ്ക്കും ബ്ലർനെസ് ലൈറ്റ് ലെൻസിലൂടെ കടന്നു വരും. ലെൻസിലൂടെ കൂടുതൽ ലൈറ്റ് കടന്നു വരും തോറാണ് നമുക്ക് ലോ ലൈറ്റിലും ബെസ്റ്റ് ഫോട്ടോ എടുക്കാൻ പറ്റുക. അല്ലെങ്കിൽ ലോ ലൈറ്റിൽ നമുക്ക് ബെസ്റ്റ് ഷട്ടർ സ്പീഡ് കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷോട്ട് എടുക്കാൻ പറ്റുക. ഷട്ടർ സ്പീഡിൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ. ഷട്ടർ സ്പീഡ് എത്രത്തോളം സ്ലോ ആക്കുന്നോ അത്രത്തോളം നമ്മുടെ ഫോട്ടോയിൽ പല പല ക്രിയേറ്റിവിറ്റീസ് ഉണ്ടാക്കാം. പക്ഷെ അതിന് എപ്പോഴും ഒരു ട്രൈപോഡ് നമുക്ക് വേണം. ട്രൈപോഡ് ഇല്ല എങ്കിൽ ആ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പോസിബിൾ അല്ല. സോ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. ദെൻ ISO എപ്പോഴും 100 മെയിൻറ്റെയിൻ ചെയ്യാൻ അത് അത്രയും ബെസ്റ്റാണ്. 100 വരുമ്പോഴേക്കും ഗ്രെയിൻസ് വളരെ വളരെ മിനിമലായിരിക്കും. അത് മേളിലോട്ടൊരു 800 അബവ് വരുമ്പോഴേക്കും ഗ്രെയിൻസ് കൂടും. നമ്മൾ ടി വിയിൽ ഡോട്ട്സ് കാണുമല്ലോ, അതുപോലെ തന്നെ ഗ്രെയിൻസ് കൂടും. അപ്പോൾ ഷട്ടർ സ്പീഡ് എപ്പോഴും 100 ഒരു 400 800 ബിലോ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ആ ഫോട്ടോയ്ക്ക് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാകും. ആ ക്ലാരിറ്റി നിങ്ങൾക്ക് എല്ലാ രീതിയിലും നമുക്ക് ഇതൊക്കെ അപ്ലോഡ് ചെയ്യാനും അല്ലെങ്കിൽ അത് കാണാനും ഒരു ഷാർപ്നെസ്സും കാര്യങ്ങളും ഉണ്ടാകും. നിങ്ങൾക്ക് ഇമേജ് എഡിറ്റ് ചെയ്യാനും ഒക്കെ ഒരു ഈസി ആയിരിക്കും. അതുപോലെ തന്നെ റോ ഇമേജസ്, അത് കുറച്ചുകൂടെ സബ്ജക്റ്റ് അതിൽ കൂടുതലുണ്ട്. പക്ഷേ റോ ഇമേജസ് എടുക്കാനായിട്ട് പഠിക്കുക. റോ ഇമേജസ് അതൊരു മാനുവൽ മോഡാണ്. മാനുവൽ മോഡിൽ നമുക്ക് നോർമലി വരുന്നത് JPEG അല്ലെങ്കിൽ മറ്റും നോർമൽ മോഡാണ്. റോ എന്നൊരു മോഡുണ്ട്. ആ റോ മോഡലെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വലിയ ഫയൽസ് ആയിരിക്കും, എഡിറ്റിംഗ് പർപ്പസിനാണ്. അപ്പോൾ എഡിറ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും അതിൽ ഫുള്ള് ഡെപ്തിലുള്ള എല്ലാവിധ ഓപ്ഷൻസും അതിൽ അവൈലബിൾ ആണ്. നമുക്ക് കളർ കോമ്പിനേഷൻസ് എല്ലാം ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. സോ അതിപ്പം നോക്കണ്ട. എന്നിരുന്നാലും ഒരു ബിഗിനറിന് നോർമൽ മോഡ് തന്നെ ബെസ്റ്റ്. റോ മോഡിലോട്ട് പിന്നെ ചെയ്യാം. ദെൻ ലാർജ് അപ്പർച്ചർ ഫോർ ബെസ്റ്റ് ഫോർട്ടിയേറ്റ്സ്. അതെന്താ വെച്ചാൽ 85mm ലെൻസ് എടുത്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടും നല്ല കളർഫുള്ളായിരിക്കണം. ഈ പറയുന്ന ഒബ്ജക്റ്റ് വ്യക്തിയായിരുന്നാലും എന്തായിരുന്നാലും ആ ഒരു ഒബ്ജക്റ്റും പക്കയായിരിക്കണം. അപ്പോൾ അതിൽ അതിൻ്റെ വിഷൻ ക്ലാരിറ്റിയോടെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്ലാഷ് വെച്ചുള്ളൊരു കുറേ കാര്യങ്ങളുണ്ട്. ഫ്ലാഷ് നമ്മൾ ഉപയോഗിക്കുന്നത് ലൈറ്റിനെ കുറിച്ച് കുറച്ച് ഒരു അവയർനെസ് ഉണ്ടാകണം. അതായത് മോർണിംഗ്, സൺറൈസ്, സൺസെറ്റ്. ആ മോർണിംഗ് സൺറൈസിനുള്ള ലൈറ്റിങ്ങും വൈകുന്നേരമുള്ള ഈവനിങ് ടൈമിലെ സൺസെറ്റിനുള്ള ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു രീതിയാണ്. നമുക്ക് അത് മിക്കവർക്കും അറിയില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ അത് ട്രൈ ചെയ്യണം. ഈ ടൈമിൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റണ്ണിങ് ഫോട്ടോഗ്രാഫീസ് കിട്ടും. നമുക്ക് ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള ലൈറ്റിങ്ങാണ് നമ്മുടെ ഡേ ടൈമിലും ഈവനിങ് ടൈമിലും കിട്ടുന്നത്. നമുക്ക് ഇന്നത്തേതായിരിക്കത്തില്ല നാളെ വരുന്ന രീതി. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്ലൗഡ് മൂവ് ചെയ്യും. ക്ലൗഡ്സിലുള്ള കളേഴ്സ് ചേഞ്ച് ആവും. അതുപോലെ തന്നെ സൺലൈറ്റിൻ്റെ കളേഴ്സ് ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ ഒരു വ്യത്യസ്തമായ കളർ കോമ്പിനേഷൻസ് കിട്ടും. അവിടെ നമുക്ക് അന്നത്തെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ഫോട്ടോ ആയിരുന്നു. സോ സൺസെറ്റിന് മുന്നേയും സൺറൈസിന് മുന്നേയും സൺസെറ്റിന് മുന്നേയും എന്നുള്ളൊരു ഫോട്ടോഗ്രാഫി ഓപ്ഷനുണ്ട്. അതും ശ്രദ്ധിക്കുക. പിന്നെ ഷട്ടർ സ്പീഡിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഷട്ടർ സ്പീഡ് എപ്പോഴും കുറച്ച് തന്നെ ഇടുക. അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഷട്ടർ സ്പീഡ് കൺട്രോൾ ഉണ്ടാവും. ആ ഒരു രീതിയിൽ ട്രൈപോഡ് എപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ ട്രൈപോഡിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോഗ്രാഫി അത് ഷേക്കൊന്നും ഇല്ലാണ്ട് ക്ലാരിറ്റിയോടെ തന്നെ എടുക്കാം. ടൈമർ ഇട്ടുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇതിൽ നിങ്ങൾക്ക് സ്പെഷ്യലി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ പറയുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു പുതിയൊരു സെക്ഷൻ എടുക്കാം. ഒരു സെക്ഷൻ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ ഓരോന്നും വലിയ വലിയ സബ്ജക്റ്റുകളാണ്. അതിനെക്കുറിച്ച് പഠിക്കാനാണെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് പഠിക്കാൻ. പക്ഷേ എല്ലാം ഇരിക്കുന്നത് നമ്മുടെ ഓരോരുടെ വിഷനിലാണ്. നമ്മുടെ
ആദ്യം ആ ഒരു ഫ്രെയിം നമ്മുടെ കണ്ണിലൂടെ നമ്മൾ കാണണം, നമ്മളത് ഇമേജിൻ ചെയ്യണം. ദെൻ അത് ഫോട്ടോ ആക്കി മാറ്റുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ വരുന്നത്. അല്ലാണ്ടത് കാണുന്നതെല്ലാം ഫോട്ടോ എടുത്തിട്ട് അത് ഒരു ഫ്രെയിമിലൂടെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല. ഓരോ ഫ്രെയിമും നമ്മുടെ ഇമാജിനേഷനാണ്. ആ ഇമാജിനേഷൻ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ഫോട്ടോ എടുത്ത് നോക്കണം. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഫ്രെയിം അല്ലെങ്കിൽ ആ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക കളർ കോമ്പിനേഷൻ എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിലായിരിക്കും ആ ഫോട്ടോ പെർഫെക്റ്റ് ആവും. സോ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതിൽ പെർഫെക്റ്റായിട്ട് കിട്ടും. അതിൽ ഇനി കിട്ടാത്തൊരു ചാൻസ് ഉണ്ട്, അതിലാണ് ഓരോ ലെൻസുകൾ ട്രൈ ചെയ്യുക. പല പല ലെൻസുണ്ട്, ആ ലെൻസിനെ കുറിച്ച് പഠിക്കുക. ലെൻസുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ അതിൽ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഫ്രെയിം ഈ പറഞ്ഞ കയ്യിലിരിക്കുന്ന ലെൻസിന് ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല. അത് എത്ര തന്നെ ട്രൈ ചെയ്തിരുന്നാലും ആ ഒരു നമ്മുടെ ആ ഒരു കണ്ണിലുള്ള നമ്മുടെ വിഷനിലുള്ള ഒരു വ്യൂ ലെൻസോടെ കിട്ടുകയെന്ന് വരത്തില്ല. അപ്പം വേറെ ലെൻസ് ട്രൈ ചെയ്യുക. ഓക്കെ, എനിവേ താങ്ക് യു. ലെൻസിനെയും കുറിച്ചും ബാക്കി ക്യാമറയുടെ ഡീറ്റെയിൽസിനും ബാക്കി വേറൊരു വീഡിയോയിലോട്ട് വരാം. ഇപ്പോൾ സ്പെസിഫൈഡ് ഒരു ക്യാമറയും ഞാൻ പറയുന്നില്ല. അപ്പോൾ നോർമൽ എല്ലാ ക്യാമറാസിലുള്ള സെറ്റിങ്സിലെ കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്. എനിവേ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കെച്ച് യു.